പ്രിയമുള്ള കോൺഗ്രസ് പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. ചേട്ടാ ഒരു മിനിറ്റ് പ്ലീസ്. പ്രിയമുള്ള കോൺഗ്രസ് പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. പ്ലീസ് 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 നിലവിലെ ചോദിക്ക്. നമുക്കറിയാം നിലവിലെ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡായി നിൽക്കുന്ന പ്ലീസ് 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 ഹൈക്കമാൻഡായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൽ വന്ന് മത്സര രംഗത്ത് നിൽക്കുന്നത്? ഒരു ചോദ്യം. അതേപോലെ തന്നെ ഈ ACCയുടെ തന്നെ ഇപ്പൊ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്നതാണ് KC വേണുഗോപാൽ. അയാൾ എന്തുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ BJP ഒട്ടുമില്ലാത്ത ഈ ആലപ്പുഴയിൽ വന്ന് നിൽക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഒരു കാര്യം, നട്ടലില്ലാത്തോണ്ടാണോ ഈ പറഞ്ഞ BJPക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് മൊത്തം പല കാര്യങ്ങളും സംസാരിക്കുന്നു? നിങ്ങൾ ഈ BJP ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് വന്ന് അവർക്കെതിരെ മത്സരത്തിരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. പ്രിയപ്പെട്ട LDF സുഹൃത്ത്, നിങ്ങളുടെ നേതാവ് സീതാറാം യെച്ചൂരിയോട് ചോദിക്കണം, എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കണം. വയനാട് രാഹുൽ ഗാന്ധിയുടെ, ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ്. നിസ്സാര വോട്ടിന്റെ ഭൂരിപക്ഷമല്ല, 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ജയിച്ച സ്ഥലമാണ്. ഞാനൊന്ന് പറയട്ടെ, അത് ഞങ്ങളുടെ അവകാശമാണ്. അത് ഇന്ത്യ മുന്നണി എല്ലാ കക്ഷികളും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യവും പച്ചയായ സത്യവും പിണറായി വിജയനോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിക്കോ കേരളത്തിൽ പറയാൻ പറ്റില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ അത് പറഞ്ഞുകൊള്ളും. മാത്രമല്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഈ കൈപ്പത്തി കൊണ്ടുവേണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് CPM-ന് MLA-മാരുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. രണ്ടാമത്തെ കാര്യം, KC വേണുഗോപാൽ ഇത്തവണ ഇവിടെ മത്സരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. കാരണം ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ ജയിക്കുമ്പോൾ പാർലമെന്റിൽ ഒരംഗബലം കൂടി കൂടുകയാണ്. അംഗബലം സൃഷ്ടിക്കപ്പെടുന്നത് അംഗസംഖ്യ മാത്രമാണ്.